സ്നേഹപൂർവ്വം ശ്രീജ ടീച്ചർക്ക്. ഒരു നല്ല ടീച്ചർ ജീവിതത്തിൽ വന്നാൽ എല്ലാവരുടെ ലൈഫ് നല്ലതിനായി മാറും എന്നുള്ളത് കേട്ടിട്ടില്ലേ? അതേപോലെ കുറേ മക്കളുടെ ജീവിതം നല്ല രീതിയിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയ ഒരു ടീച്ചറാണിത്, ശ്രീജ ടീച്ചർ. ശ്രീജ ടീച്ചർ ആരാന്നല്ലേ? എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ്. 38 കൊല്ലം ടീച്ചറായിട്ട് ഇരിക്കുക പറയുന്നത് ഒരു ചെറിയ കാര്യമില്ല. പല പൊസിഷനിലിരിക്കുന്ന സ്റ്റുഡൻസ്, പല ജനറേഷൻസുള്ള സ്റ്റുഡൻസ്, എവിടെ ചെന്നാലും ശ്രീജ ടീച്ചറെ വന്ന് ഓടി വരുന്ന ഇപ്പോഴും കുറേ സ്റ്റുഡൻസ്. ഇത്ര അധികം ട്രോഫികളും ബഹുമതികളും ഒരേ ഒരാൾക്കേ പറ്റുള്ളൂ, പെരോക്കുട്ടി മാഷിൻ്റെ മകളായ ശ്രീജ ടീച്ചർക്ക്. അതെ, എൻ്റെ അമ്മച്ചൻ പെരോക്കുട്ടി മാഷ്. പെരോക്കുട്ടി മാഷിനും ഫാമിലിക്കും ഈ ഒരു സ്കൂളായിട്ടുള്ള ബന്ധം ചെറുതല്ല. എൻ്റെ അമ്മ, മാമൻ എല്ലാവരും പഠിച്ചത് കുന്നമംഗലം സ്കൂളിൽ തന്നെയാണ്. അവിടെ തന്നെ ടീച്ചറായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് ശ്രീജമ്മക്ക്. സ്വന്തം പഠിച്ച സ്കൂള്, സ്വന്തം അച്ഛൻ പഠിപ്പിച്ച സ്കൂള്, ഹെഡ് മാസ്റ്ററായിട്ട് അച്ഛൻ റിട്ടയർ ആകുമ്പം അതേ പൊസിഷനിൽ തന്നെ ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ആവാൻ പറ്റുക പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പം വെൽക്കം ടു റിട്ടയർമെൻറ്റ് പാർട്ടി ഓഫ് ശ്രീജ ടീച്ചർ. മാമൻ പൊന്നാടട്ട് അടിച്ചപ്പം ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് എല്ലാവരും മുഖത്തും കണ്ട ആ ഒരു പ്രൗഡ് മൂമെൻ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷം. ഇത്രയും കൊല്ലത്തെ കരിയർ അവസാനിപ്പിക്കുമ്പം ഭയങ്കര പ്രൗഡ് ഫേസസ് ചുറ്റും കാണാൻ പറ്റിയ അതൊരു ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെ കുറേ പ്രൗഡ് ഫേസസ് ആക്കാൻ പറ്റിയത് ശ്രീജമ്മൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. ചുറ്റും സപ്പോർട്ടായി നിന്ന ഫാമിലി മെമ്പേഴ്സും കൊളീഗ്സും ഹസ്ബൻഡും. ശ്രീജ ടീച്ചറെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെയല്ല തുടങ്ങേണ്ടത്, നമ്മൾ ഇവിടെയാണ് തുടങ്ങേണ്ടത്. അതെ, കുന്നമംഗലം സ്കൂളിൽ. കുറേ വർഷം പഴക്കമുള്ള സ്കൂള്, എൻ്റെ അമ്മച്ചൻ പഠിപ്പിച്ച സ്കൂള്, എൻ്റെ അമ്മച്ചൻ ഹെഡ് മാസ്റ്ററായി റിട്ടയർ ആയ സ്കൂള്. അതേ സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീജ ടീച്ചറും ഹെഡ് മിസ്ട്രസ്സായിട്ട് റിട്ടയർ ആവുന്നത്. ഇവിടെയുള്ള വരാന്തകളും ക്ലാസ് റൂമും പലതും എല്ലാവർക്കും ഭയങ്കര മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ മെമ്മറീസ് സമ്മാനിച്ച ഒരു സ്കൂളാണിത്. പലരുടെയും പേരക്കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും. അത്രക്കും കഥകളും അത്രക്കും മെമ്മറീസ് നിറഞ്ഞു കിടക്കുന്ന ഒരു സ്കൂളാണ് ഈ കുന്നമംഗലം സ്കൂള്. നല്ലൊരു അധ്യാപികയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല പ്രധാന അധ്യാപികയുമായി ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ കുന്നമംഗലത്തിന്റെ എല്ലാ മുതൽക്കൂട്ടായി മാറിയ ശ്രീജ ടീച്ചർ നാളെ മുതൽ ഞങ്ങളുടെ വിദ്യാലയത്തിന്റെ ഭാഗമല്ലെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കുന്ന മികച്ച സേവനം ചെയ്തു. അന്ന് റിട്ടയർമെൻറ്റ് പാർട്ടിക്ക് ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. അതൊരു ഗെറ്റ് ടുഗദർ പോലെ തന്നെയായിരുന്നു. ശ്രീജമ്മൻ്റെ കൊളീഗ്സ്, ഫുൾ ഫാമിലി, അതുകൂടാതെ അവരുടെ എല്ലാവരും ഫ്രണ്ട്സ്, ശ്രീജമ്മ പഠിപ്പിച്ച കുറേ സ്റ്റുഡൻസ്, അങ്ങനെ എല്ലാവരും ഒത്തുകൂടിയൊരു നിമിഷം.
പണ്ടൊക്കെ അമ്മച്ചൻ്റെ വീട്ടിൽ എല്ലാ ഓണത്തിന് വിഷുവിനും ഒരു ഗെറ്റ് ടുഗദർ പോലെ എപ്പോഴും നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങളൊക്കെ വലുതായപ്പം ഓരോരുത്തരും ഓരോ സ്ഥലത്തായി, ലീവ് കിട്ടാത്ത പ്രശ്നമായി, നാട്ടിലില്ലാത്ത പ്രശ്നമായി, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇപ്പോഴാണ് എല്ലാവരും കൂടി ഒത്തുകൂടിയത്. നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു അന്ന്. എല്ലാവരും കാണാൻ പറ്റി, എല്ലാവരോടും സംസാരിക്കാൻ പറ്റി എല്ലാവർക്കും. ശ്രീജ ടീച്ചർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറച്ച് മെസ്സേജസ് കേട്ടാലോ? അഡ്മിനിസ്ട്രേറ്ററായി റിട്ടയർ ചെയ്യുന്ന ശ്രീജയ്ക്ക് റിട്ടയർമെൻറ്റ് ലൈഫ്, നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ഞാൻ ആശംസിക്കുകയാണ്. ഹെഡ്മിസ്ട്രസ്സായി റിട്ടയർ ചെയ്യുന്ന ശ്രീജേച്ചിക്ക് എല്ലാവിധ ആശംസകളും. ശ്രീജ ടീച്ചർക്ക്, അതായത് എൻ്റെ ഏട്ടൻ്റെ മകള്, അവൾക്ക് ഇന്ന് റിട്ടയർമെൻറ്റ് ഡേ ആണ്. 38 കൊല്ലം സർവീസിൽ നിന്നും സേവനമനുഷ്ഠിച്ച ശ്രീജ ടീച്ചർക്ക് ഭാവി സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റിട്ടയർമെൻറ്റ് ജീവിതം സുഖപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീജയ്ക്ക് റിട്ടയർ ആവാനൊന്നും ആയില്ല, ഇനിയും കുറേ കാലം കൂടി ജോലി ചെയ്യാനുണ്ട് അവൾക്ക്. അതാണല്ലോ ഇപ്പോൾ പറയാനുള്ളത്. ആരോഗ്യമുണ്ട്, കണ്ടാലും പിന്നെ റിട്ടയർ ആയി എന്ന് പറയൂല. ശ്രീജ ടീച്ചർ ടീച്ചർ വെരി ഗുഡ് ടീച്ചർ. മോളെ ശ്രീജ ടീച്ചറെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരിയൊന്നും അല്ല ടീച്ചറെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങളുടെ സ്കൂളിൽ ഒരു 19 സ്റ്റാഫുണ്ട്. അതിൽ ഏറ്റവും മികച്ച ഒരു ടീച്ചർ എന്ന് പറയാൻ എനിക്കുള്ള ഒരാളാണ്. കുറേ ആളുണ്ടെങ്കിലും കൂടി ഏറ്റവും മികച്ച ഒരു ടീച്ചർ എല്ലാ കാര്യത്തിലും. കുട്ടികളെ കുട്ടികളെ കഴിവുകൾ ഉണർത്തിയെടുക്കാനും ഞങ്ങളെ സ്റ്റാഫിനെ കൈകാര്യം ചെയ്യാനും പിന്നെ സ്കൂളിൽ എല്ലാ കാര്യങ്ങളും മറ്റ് അക്കാദമിക കാര്യങ്ങളിലൊക്കെ ടീച്ചർ വളരെ മിടുക്കുക. ഇത് മാത്രമല്ല, ടീച്ചർ അച്ഛനും അങ്ങനെ തന്നെ. ആ അച്ഛൻ്റെ കഴിവ് കിട്ടിയൊരു മോളാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഹസ്ബൻഡ് പഠിപ്പിച്ച ഹസ്ബൻഡ് എപ്പോഴും പറയും, നല്ല അധ്യാപകനാണ്. 2-3 അധ്യാപകരെ കുറിച്ച് എപ്പോഴും പറയും. ഒന്ന് ശങ്കരൻ മാഷ്, ഒന്ന് രാമൻ മാഷ്, ഒന്ന് കുട്ടി മാഷ്. പ്രാഗൽഭ്യത്തിനെ കുറിച്ച് എപ്പോഴും പറയും. മാത്സ് പഠിപ്പിക്കുന്ന, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന. അപ്പോൾ അതാണ് എനിക്ക് ടീച്ചറെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ടീച്ചറൊക്കെ സ്കൂളിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറ്റവും വലിയ നഷ്ടം സ്കൂളിൽ. ഇനിയും ടീച്ചർ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനും കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനും, ഇന്ന് പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചറൊക്കെ ആ ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിർത്തരുത്. ഇനിയും നമുക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. അത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ടീച്ചർ വീട്ടിലിരിക്കാതെ കുട്ടികൾക്ക് വേണ്ടി, അടുത്ത തലമുറയെ നന്നാക്കാൻ വേണ്ടി ടീച്ചർ മുന്നോട്ട് വരണമെന്ന് എനിക്ക് പറയാനുണ്ട്. ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആത്മസുഹൃത്തായിരുന്നു. വളരെ നല്ല സൗഹൃദമായിരുന്നു ഞാനും ടീച്ചറും കൂടി. ടീച്ചർ പിരിയാനൊന്നും ആയിട്ടില്ല. ടീച്ചർക്ക് ഇനി ഇതുപോലെ ഒരു 4-5 കൊല്ലം കൂടിയൊക്കെ വർക്ക് ചെയ്യുക. സ്കൂളിൽ നല്ല ടീച്ചറാണ്. നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ടീച്ചറാണ്. പിന്നെ ഇനിയിപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷപ്രദമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീജ ടീച്ചർക്ക് വളരെ സന്തോഷകരമായ റിട്ടയർമെൻറ്റ് ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടിയായ ടീച്ചറായിരുന്നു. എൻ്റെ ഏട്ടത്തിൻ്റെ മകളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. നല്ല ക്ലാസ്സിൽ നല്ല. ശ്രീജ ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് റിട്ടയർമെൻറ്റ് അറിയും. ഞങ്ങൾ ഒരുമിച്ചാണ് LP ക്ലാസ്സിലും UPയിലും ഒക്കെ. പക്ഷെ ഡിവിഷൻ വേറെ ആയിരുന്നു. പക്ഷെ അന്നൊന്നും അത്ര കണക്ഷൻ ഇല്ല. കാണും ചിരിക്കും. ഞങ്ങൾ ഒരേ സ്ഥലത്താണ് TTCക്കും പഠിച്ചത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നല്ല ആത്മബന്ധം തന്നെയാണ്. ഭയങ്കര ഫ്രണ്ട്സ് പോലെ തന്നെ. നല്ല ടീച്ചറാണ്, നല്ല കഴിവുള്ള ടീച്ചറാണ്. ഞങ്ങൾ ഒരുമിച്ച് ടീച്ചർ 38 വർഷം സർവീസായി പൂർത്തിയാക്കി. നല്ല കഴിവുള്ള ടീച്ചറാണ്. HM ആയിട്ടും പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനും ഒക്കെ നല്ല ടീച്ചറാണ്. പിന്നെ ഞാൻ 34 വർഷത്തെ സർവീസ്. ടീച്ചർ ചേർന്ന് എന്തായാലും ടീച്ചറുടെ വിശ്രമ ജീവിതം സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പോൾ റിട്ടയറായ ശ്രീജയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് ശ്രീജ ടീച്ചറുമായിട്ട് വലിയൊരു അടുപ്പമുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ശ്രീജ ടീച്ചറുടെ ലീവിലാണ്. പിന്നെ ടീച്ചർ എല്ലാ ഒരു ജനറേഷനുമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരു ടീച്ചർ. താഴെ മുതൽ ടീച്ചറുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല ഒരു രീതിയിൽ നടക്കട്ടെ.
നല്ലപോലെ ലൈഫ് മുന്നോട്ട് കൂടുതൽ തിരക്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശ്രീജ ടീച്ചർ വന്ന കാലം, സ്കൂളിൽ വന്ന കാലം തൊട്ട് എനിക്കറിയാം. അന്ന് കുറച്ചുകൂടി സർവീസുള്ള ഒരു അധ്യാപകനായിരുന്നു ഞാൻ. ടീച്ചർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തികച്ചും മാതൃകാപരമായ ഒരു ടീച്ചർ ഇന്ന് ആ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. ടീച്ചറെ പാഠ്യവിഷയത്തിലും പാഠ്യേതര വിഷയത്തിലുമെല്ലാം വളരെയധികം മുൻപന്തിയിൽ നിന്നൊരു ടീച്ചറാണ് ശ്രീജ ടീച്ചർ. ടീച്ചർക്ക് ഭാവി ജീവിതത്തിലും റിട്ടയർമെൻറ്റ് ജീവിതത്തിലും എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റിട്ടയർമെൻറ്റ് ആശംസകൾ നേരുന്നു. ഞങ്ങൾ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കറിയാം, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. 38 വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു കാലഘട്ടമാണ്. നല്ല എക്സ്പീരിയൻസ്. അപ്പം ഞാൻ ആ ഒരു ഫീൽഡിലുള്ളതുകൊണ്ട് പല കാര്യങ്ങളും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അനുഭവങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. നല്ല സ്വതന്ത്രമായിട്ട് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യാനുള്ളൊരു അവസരമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പം എല്ലാവിധ ആശംസകളും. ശ്രീജമായ ഗ്രേറ്റ് ടീച്ചർ, ബെസ്റ്റ് വിഷസ്. പിന്നെ ഇത് ശരിക്കും ഒരു റിട്ടയർമെൻറ്റ് പാർട്ടിയല്ല. നമ്മൾ ലൈഫിൽ റിട്ടയർ ചെയ്യുന്നില്ല. ഇക്കിക്കൈ അറിയാമല്ലോ, ഒരു ജാപ്പനീസ് നോവൽ. അതിൽ പറയുന്ന മാതിരി നമുക്ക് റിട്ടയർമെൻറ്റ് ഇല്ല. നമുക്ക് ആസ് ലോങ് ആസ് ഹെൽത്ത് ഉണ്ട് അത്രയും കാലം നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. നോ റിട്ടയർമെൻറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീജ മാമിയും ഞാനുമായിട്ടുള്ള ബന്ധം കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തൊട്ടുള്ളതാണ്. ഞങ്ങൾ എന്താ പറയുക, ഫ്രണ്ട്സും എല്ലാം ഷെയർ ചെയ്യുന്നു. ഒരു നല്ല റിട്ടയർമെൻറ്റ് ആസ്വദിച്ച് ജീവിക്കാൻ സൗകര്യം ഉണ്ടാവും. റിട്ടയർ ആയത് വീട്ടിലേക്ക് വരുന്ന ശ്രീജയ്ക്ക് എല്ലാവിധ ആശംസകളും. ശ്രീജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഫുഡൊക്കെ എന്തായിരുന്നു നോക്കിയാലോ? ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്താണല്ലേ, അതെ, ഫാമിലി പിക്ക് എടുക്കൽ. അയ്യോ, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. മക്കളെയും കുട്ടിയും കുടുംബമൊക്കെ വെച്ചിട്ട് എല്ലാവരും അറേഞ്ച് ചെയ്ത് നിൽക്കാൻ വരുന്ന പാടെന്ന് പറയില്ലേ. പക്ഷെ എടുക്കാതെ എങ്ങനെയാലേ പോവാ? എല്ലാവരും ഒരുമിച്ചൊന്ന് കിട്ടാൻ തന്നെ ഇപ്പം ഭയങ്കര പാടാണ്. അപ്പം ഫാമിലി പിക്ക് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾ സെറ്റ് ഫോർ എ ഫാമിലി പിക്ക്. രണ്ടാമത്തെ ഫോട്ടോ എടുപ്പ് മക്കളതാണ്. അത് പറയും വേണ്ടല്ലോ. അപ്പം ഇവരിങ്ങനെ 4 പേരും കാണാൻ കിട്ടുന്നത് തന്നെ വളരെ കുറവാട്ടോ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ബോണ്ടാ, കണ്ടിരിക്കാൻ തന്നെ എന്ന് പറയില്ലേ. ബാക്കി കട്ട് ചെയ്താണ് കേട്ടോ. എന്നെ സ്കൂളിൽ നിന്ന് 4ാം തരം അറിയില്ല. ഞാൻ ചെറുപ്പക്കാരിയല്ലേ മോളെ, എന്താ അങ്ങനെ ചോദിക്കുന്നത്? ഞാനൊരു ചെറുപ്പക്കാരി.